ഹായ് ഹലോ റീസ്റ്റാറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ചൈൽഡ് സൈക്കോളജി ആണല്ലേ. ചൈൽഡ് സൈക്കോളജിയിലൊരു കുഞ്ഞു ടോപ്പിക്കാണ് കുട്ടിയും അറിവ് നിർമ്മാണവും. അപ്പോൾ ഈ ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ചെറിയൊരു ടോപ്പിക്കാണ് കേട്ടോ. അതിലെ കുറച്ച് ഘട്ടങ്ങൾ മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ ബി എഡുകാർക്കും ഡി എൽഡുകാർക്കും അതുപോലെ തന്നെ കേട്ടിട്ട് എഴുതാൻ പോകുന്ന എല്ലാവർക്കും മെയിനായിട്ട് വരുന്നൊരു സബ്ജക്റ്റാണ് ചൈൽഡ് സൈക്കോളജി അല്ലേ. അപ്പോൾ അതിലൊരു കുഞ്ഞു ടോപ്പിക്കാണ് ഇത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് പഠിച്ചെടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. കുട്ടിയും അറിവ് നിർമ്മാണവും നോക്കാം അല്ലേ. എന്താണ് അറിവ്, എങ്ങനെയാണ് അറിവ് രൂപപ്പെടുന്നതെന്ന് നമുക്കറിയണം. താൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിൻ്റെ പരിഹരണത്തിനായി നടത്തുന്ന അന്വേഷണത്തിലൂടെ ശേഖരിച്ച വിവരങ്ങളെ അപഗ്രഥിച്ച് എത്തിച്ചേരുന്ന നിഗമനങ്ങളാണ് അറിവായി രൂപപ്പെടുന്നത്. അപ്പോൾ അറിവായിട്ട് രൂപപ്പെടുന്നത് എങ്ങനെയാണ്? താൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിൻ്റെ പരിഹരണത്തിനായി നടത്തുന്ന അന്വേഷണത്തിലൂടെ ശേഖരിച്ച വിവരങ്ങളെ അപഗ്രഥിച്ച് എത്തിച്ചേരുന്ന നിഗമനങ്ങളാണ് അറിവായിട്ട് രൂപപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അറിവ് നിർമ്മാണ പ്രക്രിയ എന്ന് പറഞ്ഞാൽ അറിവ് നിർമ്മാണ പ്രക്രിയയ്ക്ക് ചില ഘട്ടങ്ങൾ പൊതുവേ പറയാമെങ്കിലും അതിർവരമ്പുകൾ നിശ്ചയിക്കാനാവില്ല. ഓക്കെ, ചില ഘട്ടങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്, ശ്രദ്ധിച്ചോളൂ. പ്രശ്നാവതരണ ഘട്ടം, പ്രശ്നം വിശകലനവും ഏറ്റെടുക്കലും, അന്വേഷണ ഘട്ടം, വിവരശേഖരണം, പിന്നെ വിശകലന ഘട്ടം, ഉൽപ്പന്ന രൂപീകരണം, പങ്കുവയ്ക്കൽ ഘട്ടം, വ്യാപന ഘട്ടം. അങ്ങനെ 7 ഘട്ടങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? പ്രശ്നാവതരണ ഘട്ടം, പ്രശ്ന വിശകലനവും ഏറ്റെടുക്കലും, അന്വേഷണ ഘട്ടം, വിവരശേഖരണം, വിശകലന ഘട്ടം, ഉൽപ്പന്ന രൂപീകരണം, പങ്കുവയ്ക്കൽ ഘട്ടം, വ്യാപന ഘട്ടം. ഇതോരോന്നും നമുക്ക് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പ്രശ്നാവതരണ ഘട്ടം. ഒരു പഠന പ്രശ്നം ആഴത്തിൽ ബോധ്യപ്പെടും വിധം കുട്ടിയെ അനുഭവിപ്പിക്കലാണ് അറിവ് നിർമ്മാണത്തിൻ്റെ ആദ്യ പ്രവർത്തന ഘട്ടം. അപ്പോൾ അറിവ് നിർമ്മാണത്തിൻ്റെ ആദ്യ പ്രവർത്തന ഘട്ടം എന്താണ്? പ്രശ്നം അവതരിപ്പിക്കണം അല്ലേ. അതെങ്ങനെയായിരിക്കണം, എങ്ങനെ അനുഭവിപ്പിക്കണം? ആഴത്തിൽ ബോധ്യപ്പെടും വിധമാണ് അനുഭവിപ്പിക്കേണ്ടത് അല്ലേ. ഈ ഘട്ടത്തിൽ പ്രശ്നം ഏറ്റെടുക്കാനുള്ള വെല്ലുവിളി ഉയർത്താൻ കഴിയണം. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ എന്തും കൂടെ കഴിയണം? പ്രശ്നം ഏറ്റെടുക്കാനുള്ള വെല്ലുവിളി ഉയർത്താൻ കഴിയണം. ആ ഒരു രീതിയിലായിരിക്കണം പ്രശ്നം അവതരിപ്പിക്കേണ്ടത്. അടുത്ത ഘട്ടമാണ് പ്രശ്ന വിശകലനവും ഏറ്റെടുക്കലും. എന്താണ് അന്വേഷിക്കേണ്ടത്, എങ്ങനെ വിവരം ശേഖരിക്കണം എന്നിങ്ങനെയുള്ള ചിന്തകളാണ് ഈ സമയം നടക്കുക. എങ്ങനെയാണ്? പ്രശ്ന വിശകലനവും ഏറ്റെടുക്കലിലും എന്താണ് വരുന്നത്? എന്താണ് അന്വേഷിക്കേണ്ടത്, എങ്ങനെയാണ് വിവരം ശേഖരിക്കേണ്ടത് എന്നിങ്ങനെയുള്ള ചിന്തകളാണ് ഈ ഒരു രണ്ടാമത്തെ ഘട്ടത്തിൽ നടക്കുക. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ഘട്ടം എന്താണ്? അന്വേഷണ ഘട്ടമാണ് അല്ലേ. വിവരശേഖരണം നടക്കുന്നതൊക്കെ ഇവിടെയാണ്. തൻ്റെ മുന്നിലുള്ള പഠന പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായ വിവരങ്ങൾ അഭിമുഖം, പരസ്പര ചർച്ച, റഫറൻസിങ് എന്നിങ്ങനെ ഏതെങ്കിലും സങ്കേതത്തിലൂടെ കുട്ടി ശേഖരിക്കുന്നു. അപ്പോൾ തൻ്റെ മുന്നിലുള്ള പ്രശ്നം പരിഹരിക്കണം അല്ലേ. അതിനാവശ്യമായ വിവരങ്ങൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? അഭിമുഖത്തിലൂടെയോ പരസ്പരം ചർച്ചയിലൂടെയോ റഫറൻസിലൂടെയൊക്കെ കുട്ടി എന്ത് ചെയ്യുന്നു? കണ്ടെത്തുന്നു. അങ്ങനെ പല സങ്കേതത്തിലൂടെ കുട്ടി എന്ത് ചെയ്യുന്നു? വിവരം ശേഖരിക്കുന്നു അല്ലേ. അടുത്ത ഘട്ടമാണ് വിശകലന ഘട്ടം. ഈ ശേഖരിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ കണ്ടെത്തിയ ധാരണകളുടെ വിശകലനവും ചർച്ചയും നടക്കുമ്പോൾ അധ്യാപിക ഇടപെട്ട് ശരിയായ ദിശാഗതി നിർണയം നടത്തുന്നു. അതായത് കുട്ടി കണ്ടെത്തിയ കാര്യങ്ങൾ ശേഖരിച്ചൊക്കെ കൊണ്ടുവന്നു, എന്നിട്ട് എന്ത് ചെയ്യും? അധ്യാപിക ഇടപെട്ട് അത് ശരിയായ ദിശാഗതിയിൽ നിർണയം നടത്തുന്നു. ലഭ്യമായ അറിവിൽ കൂട്ടിച്ചേർക്കലുകളും തിരുത്തലുകളും വരുത്തുന്നു. അപ്പോൾ ഈ ഒരു വിശകലന ഘട്ടത്തിലാണ് അധ്യാപിക ഇടപെട്ട് അതിൽ ശരിയായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുകയും അതുപോലെ തന്നെ കൂട്ടിച്ചേർക്കലുകളും തിരുത്തലുകളൊക്കെ വരുത്തുന്നത് ഈ ഒരു ഘട്ടത്തിലാണ്. നാലാമത്തെ ഘട്ടം വിശകലന ഘട്ടത്തിലാണ് കേട്ടോ. അടുത്ത ഘട്ടമാണ് ഉൽപ്പന്ന രൂപീകരണം. അഞ്ചാമത്തെ ഘട്ടം ഏതാണ്? ഉൽപ്പന്ന രൂപീകരണമാണ്. അതായത് അന്വേഷണത്തിൻ്റെ ഭാഗമായി ലഭ്യമായ ധാരണകൾ ഏതെങ്കിലും രീതിയിൽ ഉൽപ്പന്ന രൂപത്തിൽ ആക്കുന്നു. അപ്പോൾ കിട്ടിയ കാര്യങ്ങൾ എങ്ങനെയെങ്കിലും ഉൽപ്പന്ന രൂപത്തിലാക്കണം അല്ലേ. അത് എന്താണ് ഈ ഉൽപ്പന്ന രൂപം എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടുകൾ, കുറിപ്പുകൾ, സെമിനാർ പേപ്പർ, ഇതൊക്കെ എന്താണ്? ഉൽപ്പന്ന രൂപങ്ങളാണ് കേട്ടോ. എന്നിങ്ങനെ ഏത് അനുയോജ്യ രൂപത്തിലും ഉൽപ്പന്ന രൂപപ്പെടാം. ഓക്കെ, അപ്പോൾ ഉൽപ്പന്നം രൂപപ്പെടാം എന്ന് പറഞ്ഞത് ഏതൊക്കെയാണ്? റിപ്പോർട്ടുകൾ, കുറിപ്പുകൾ, സെമിനാർ പേപ്പർ, ഇതൊക്കെ എന്താണ്? ഉൽപ്പന്ന രൂപങ്ങളാണ് കേട്ടോ. ആറാമത്തെ ഘട്ടമാണ് പങ്കുവയ്ക്കൽ ഘട്ടം. ഇത്തരത്തിൽ രൂപപ്പെടുന്ന അറിവുകൾ പങ്കുവയ്ക്കാനും ചർച്ചയിലൂടെ കൂട്ടിച്ചേർക്കാനും ഈ അവസരത്തിൽ കഴിയുന്നു. അപ്പോൾ പങ്കുവയ്ക്കൽ ഘട്ടത്തിൽ എന്താണ് നടക്കുന്നത്? പങ്കുവയ്ക്കാനും ചർച്ചയിലൂടെ കൂട്ടിച്ചേർക്കാനും ഈ ഒരു അവസരത്തിൽ സാധിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ലാസ്റ്റിലെ ഘട്ടമാണ് വ്യാപന ഘട്ടം. നേടിയ അറിവ് മറ്റുള്ളവർക്ക് പകരാൻ ആകുമെങ്കിൽ ആ നേടിയ അറിവ് സ്ഥിരമായി എന്ന് കരുതാം. അപ്പോൾ നമുക്ക് കിട്ടിയ അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെന്താണ്? നമുക്കത് സ്ഥിരമായി എന്നാണ്
മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ അവസരത്തിൽ തൻ്റെ അറിവിൻ്റെ വ്യാപനത്തിനുള്ള പ്രവർത്തനമാണ് നടക്കുക. അപ്പോൾ ലാസ്റ്റിലെ ഘട്ടം എന്ന് പറഞ്ഞാൽ വ്യാപന ഘട്ടമാണ്. നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഘട്ടമാണ് അല്ലേ. ഈ ഒരു അവസരത്തിൽ എന്താ സംഭവിക്കുന്നത്? തൻ്റെ അറിവിൻ്റെ വ്യാപനത്തിനുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. അപ്പോൾ ഈ 7 ഘട്ടമാണുള്ളത്. വളരെ സിമ്പിളാണ് അല്ലേ. ഇത് പഠിച്ചെടുക്കുക. ഓക്കെ.